ഇപ്പം കണ്ടിടത്തോളം വി ഡി സതീശനാവും. പിന്നെ 6 മാസം കഴിയുമ്പോൾ ഇതെല്ലാം മറിഞ്ഞു വീഴിഞ്ഞ് ഇടതുപക്ഷ സർക്കാർ ഒരു തെരഞ്ഞെടുപ്പിന് ഇവിടെ നേരിടേണ്ടി വരും. അതെന്താ അങ്ങനെ? അങ്ങനെ പാർട്ടി ഇല്ലാതാവൂലേ, കോൺഗ്രസ് ഇല്ലാതാവൂലേ. ഒരു കസേര ഇട്ടിട്ട് 3 പേര് കിലുക്കവും കെട്ടിക്കൊണ്ട് കിടന്ന് ഓടുക. ആരാ മുമ്പേ ഇരിക്കുന്ന ഒരു ഇടതുപക്ഷക്കാരനാണ്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ നിങ്ങൾക്ക് ആര് വരണം മുഖ്യമന്ത്രിയായിട്ട്? ഇതിൽ ഈ 3 പേരിൽ ആര്? RC ഉണ്ട്, KC ഉണ്ട്, അതുപോലെ VD ഉണ്ട്. ഞങ്ങൾക്ക് ഇവരാരും വരരുത്. ഞങ്ങളുടെ പ്രാർത്ഥന അതാ. ഞാൻ ചോദിക്കട്ടെ, ഏതൊരു നല്ല കോൺഗ്രസ്സുകാരനെ ആര് വരണം മുഖ്യമന്ത്രിയാക്കാൻ പറ്റുന്നത്? നല്ല കോൺഗ്രസ്സുകാരൻ വരണമെങ്കിൽ പിന്നെ രാഹുൽ ഗാന്ധി വരണം. രാഹുൽ ഗാന്ധി കേരളത്തിലെ മുഖ്യമന്ത്രി ആവണം. അതാ നല്ലത്. ഇല്ലെങ്കിൽ ഇവര് പിന്നെ ഒരു രാഹുൽ ഗാന്ധി നല്ലതാണെന്ന് സമ്മതിച്ചു. അല്ല, രാഹുൽ ഗാന്ധി എന്ന് പറഞ്ഞാൽ ഒരു പാരമ്പര്യമായിട്ട് അവര് തലമുറ കൊണ്ട് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തന്ന തലമുറയല്ലേ. ഇപ്പൊ തന്നെ കർണാടകത്തിൽ നിന്ന് കോടിക്കണക്കിന് രൂപ ഇവിടെ ഒഴുകിയല്ലേ ഈ പിന്നെ UDF ഇത്രയും സാമ്പത്തികം മുടക്കിയല്ലേ ഇതൊക്കെ തിരിച്ചു പിടിച്ചത്. അപ്പൊ അല്ലാതെ കേരളത്തിൽ ഇതിപ്പോ ഭരിച്ചുകൊണ്ടിരുന്ന പിണറായി വിജയൻ സർക്കാരിന്റെ കേടുകൊണ്ടല്ല. ഒരിക്കലും അല്ല. പിണറായി എന്ന് പറഞ്ഞാൽ നല്ലൊരു ഭരണകർത്താവായിരുന്നു. അതിന്റെ കീഴിൽ ഒരുപാട് ജനങ്ങൾ, ഞങ്ങൾ അതിന്റെ കീഴിൽ ഒരുപാട് ജനങ്ങളുള്ള ഒരു നേതാവായിരുന്നു. ഇത്രയും നല്ല ഭരണം കാഴ്ചവെച്ചിട്ട് 12ഓളം മന്ത്രിമാര് മാത്രം തോറ്റു. ജയവും തോൽവിയൊക്കെ കേരളത്തിനെ സംബന്ധിച്ച് 5 വർഷം പാരമ്പര്യമായിട്ട് ഇവിടെ ജയിക്കുകയും തോക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന. പക്ഷെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് തുടർച്ചയായിട്ട് 2 പ്രാവശ്യം ഇടതുപക്ഷം ഇവിടെ പിന്നെ ഭരണത്തിൽ വന്നു. ആ 2 തവണ ഭരണത്തിൽ വന്ന് നല്ല കാഴ്ച വെച്ചിട്ട്, ആദ്യത്തെ ഭരണത്തിൽ വന്ന് നല്ല കാഴ്ച വെച്ചിട്ടല്ലേ ജനങ്ങൾ രണ്ടാമതും തെരഞ്ഞെടുത്തേ. ആ മൂന്നാമത് തോൽവിയും ജയം വേണമല്ലോ. ചെറിയ തോൽവിയൊന്നും അല്ല, 35 സീറ്റാണ്. ഇവിടുത്തെ പ്രവർത്തകരാരും തോറ്റിട്ടില്ലല്ലോ. ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ പ്രവർത്തകരൊക്കെ പണ്ട് പിന്നെ ഊർജ്ജമായി. കണ്ണൂരിലേക്ക് വരുമ്പോഴത്തേക്കിനും അവിടുത്തെ പാർട്ടി മെമ്പേഴ്സ് പോലും വോട്ട് ചെയ്തിരിക്കുന്നത് പാർട്ടിക്കല്ല. അതല്ലേ പറഞ്ഞ എന്ത് പറ്റിയത്? സാമ്പത്തികം പിന്നെ സാമ്പത്തികം കൊടുത്തു. അല്ലല്ല, 40% ജനങ്ങൾ എവിടെ ഏത് സ്ഥലത്തായാലും 40% ജനങ്ങൾ എപ്പോഴും നിഷ്പക്ഷമായിട്ട് നിൽക്കുന്ന ആൾക്കാരാണ് എവിടെ ആയാലും. പിന്നെ നമ്മളെ ഏത് രാഷ്ട്രീയക്കാരായാലും തറയിൽ ഇറക്കുന്നതും കയറ്റുന്നതും എല്ലാം ഉദ്യോഗസ്ഥന്മാരാ, സർക്കാർ ഉദ്യോഗസ്ഥരാ. പിന്നെ ജനങ്ങളുടെ എങ്ങനെ നല്ലപോലെ പെരുമാറുന്നു ആ സർക്കാർ എപ്പോഴും നിലനിൽക്കും. ഓക്കെ, താങ്ക് യു.